ഖത്തറിലെ ഇത്തവണത്തെ ഈദാഘോഷം ഫലസ്തീനുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം കൂടിയായിരുന്നു. പെരുന്നാൾ പുടവകളിൽ പോലും ഫലസ്തീൻ നിറഞ്ഞു നിന്നു. പെരുന്നാൾ ആഘോഷവേളയെ ഗസയ്ക്കുള്ള ഐക്യദാർഢ്യമാക്കി മാറ്റുകയായിരുന്നു ഖത്തറിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം. പെരുന്നാൾ പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലും മാത്രമല്ല, പെരുന്നാൾ ഉടുപ്പിലും ഗസയോടുള്ള ഐക്യദാർഢ്യവും ഇസ്രായേൽ വംശഹത്യയോടുള്ള പ്രതിഷേധവും നിറഞ്ഞു. അതിൽ ശ്രദ്ധേയമായിരുന്നു ഖത്തറിലെ മലയാളി കലിഗ്രഫി കലാകാരനായ കരിഗ്രഫി തയ്യാറാക്കിയ ഈദ് സന്ദേശം. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന തണ്ണിമത്തൻ മാതൃകയിൽ ഈദ് മുബാറക് എന്ന് കലിഗ്രഫി ചെയ്ത ചിത്രമായിരുന്നു പെരുന്നാളിന് ട്രെൻഡായി മാറിയത്. ചിത്രം ടീഷർട്ടുകളിൽ പ്രിന്റ് ചെയ്ത് ഖത്തറിലെ ഒരു കൂട്ടം പ്രവാസികൾ ഈദ് നമസ്കാരത്തിനെത്തി. പുണ്യ ഫലസ്തീനിൻ രണധീരരേ, വീരവിമോചന പടയാളരേ, ഈമാനിന്നാവേശം നെഞ്ചിൽ നിറച്ചുള്ള ഖുദ്സിന്റെ ധീരയുവാക്കളെ, ഖുദ്സിന്റെ ധീരയുവാക്കളെ, അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ഒരു ചിത്രകാരൻ എന്നുള്ളവർക്ക് പ്രത്യേകിച്ച് ഏറ്റവും വിഷമം നിറഞ്ഞൊരു പെരുന്നാളാണ്. ലോക മുസ്ലിങ്ങൾക്ക്, ലോക ജനതയ്ക്ക് തന്നെ ഏറ്റവും വിഷമം നിറഞ്ഞൊരു പെരുന്നാളാണ്. കാരണം നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി 2 മണിക്കും മരണം നടന്ന മയ്യത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും എങ്ങനെ ആസ് എ ആർട്ടിസ്റ്റ് എങ്ങനെ ഇതിനോട് സോളിഡാരിറ്റി പ്രഖ്യാപിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു സാധനം ഒന്ന്. സ്പെഷ്യലി ഇപ്പം ഈ ഒരു വിഷ്വൽ ചേഞ്ച്, ഇപ്പം നമ്മളിതിനെ നമ്മളുടെ ചില പ്രതിഷേധങ്ങളെ നമ്മൾ സ്ട്രീറ്റിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുമല്ലോ, എന്ന പോലെ നമ്മൾ അണിയുന്ന വസ്ത്രത്തിലേക്ക് അതിൻ്റെ ഒരു വിഷ്വൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫേസ്ബുക്കിലിട്ട സമയത്ത് ആളുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അയച്ചു കൊടുക്കാൻ പറ്റാതായി. അതിനുമാത്രം ആളുകൾ ഇത് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിലുള്ള വേദനകൾ അത് എങ്ങനെ ക്രിയേറ്റീവായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ള വഴികൾ അന്വേഷിക്കുന്ന ആളുകൾ. ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കേവലം ഒരു പോസ്റ്റ് ഇടുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വെർച്വൽ വേൾഡിലുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്തേക്ക് നമ്മൾ തന്നെ ഒരു വേഷമണിഞ്ഞ് നമ്മൾ തന്നെ ഇതിനോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച ആളുകൾക്ക് മുമ്പിൽ നിൽക്കണം. ഇപ്പം നമ്മളിവിടെ ഇത്രയും പേര് കൂടി നിന്നപ്പോൾ ഒരുപാട് പേര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെന്താണ് സംഗതി. അപ്പോൾ ഇതിലൂടെ വലിയൊരു മെസ്സേജ് നമ്മൾ ഇവിടുത്തെ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മൾ ഇനി ഇതിൻ്റെ ഫോട്ടോ ഇടുന്ന സമയത്ത് ഇത് കാണുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇതാണ്. നമ്മളുടെ ഒരു അവയവം പോലെ നമ്മളിവിടെ നമ്മൾക്ക് മാത്രം സന്തോഷിക്കാൻ കഴിയില്ല, അവരവിടെ അതിജീവനത്തിൻ്റെ വഴിയിലാണ്. അപ്പോൾ അവരോടുള്ള ഏറ്റവും വലിയൊരു സോളിഡാരിറ്റിയാണ്. ഫലസ്തീൻ പതാകയ്ക്ക് സയനിസ്റ്റ് കേന്ദ്രങ്ങൾ വിലക്ക് പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ഐക്യദാർഢ്യത്തിന്റെ ചിഹ്നമായി തണ്ണിമത്തൻ സ്വീകാര്യത നേടിയത്. ഫലസ്തീൻ പതാകയിലെ കറുപ്പ്, ചുവപ്പ്, വെള്ള, പച്ച നിറങ്ങളെ തണ്ണിമത്തൻ കൊണ്ട് പ്രതിനിധീകരിച്ചായിരുന്നു ലോകം എതിർപ്പുകൾക്ക് മറുപടി നൽകിയത്. ഫലസ്തീൻ ഭൂപടമുള്ള വസ്ത്രങ്ങളും ഫലസ്തീൻ കഫിയയും അണിഞ്ഞും മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ പെരുന്നാൾ നമസ്കാരം കൂടാനെത്തി. നമ്മൾ ഫലസ്തീൻ്റെ അപ്പാണ്, നമ്മൾ ഫലസ്തീൻ്റെ കൂട്ടപ്പാണ് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഫലസ്തീൻ്റെ കുട്ടികളുടെ അപ്പനാണ്. പേൾ ഖത്തറിൽ ഫലസ്തീൻ കുട്ടികൾക്കായി ഖത്തറിന്റെ അതിഥികൾ എന്ന പേരിൽ പ്രത്യേക ആഘോഷങ്ങളും ഒരുക്കിയിരുന്നു. പതിവ് പോലെ ഖത്തറിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കി. ഇതര GCC രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാനെത്തി. നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് റിയാദിൽ നിന്നാണ് വന്നത്. അതേമാതിരി ഇവിടുത്തെ ഈദ്ഗാഹുകളിൽ ഖത്തറും ഗസയുമായിട്ടുള്ളൊരു ബന്ധം അത് ഇവിടെ കാണാൻ സാധിച്ചു. ഈദ്ഗാഹുകളെല്ലാം ഗസക്ക് പിന്തുണയുമായിട്ടുള്ളൊരു കുത്തുബ, അതിൽ മലയാളത്തിലും പരിഭാഷ ഉണ്ടായിരുന്നു. ഗസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും. ലുസൈൽ സിറ്റി, ഖത്താർ, പേൾ ഖത്തർ, ഇവിടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള ആഘോഷ പരിപാടികളുണ്ട്. പെരുന്നാൾ ആഘോഷിക്കാനും പിന്നെ ഇവിടെ കുറച്ച് റിലേഷൻസ് ഉണ്ട്, അവർ കാണാനും ഉണ്ട്. മാഷാ അല്ലാഹ് ഉഷാറാണ്. അത് കുറേ കാണാനുണ്ട്, കൂടുതൽ അല്ല, എല്ലാ സ്ഥലങ്ങൾ നല്ല ഉഷാറായിട്ട് ചെയ്തിരിക്കണം.
ഖത്തറിന്റെ സാംസ്കാരിക ആസ്ഥാനമായ ഖത്താറ, സൂക്ക് വാക്കിഫ്, വാക്ര സൂക്ക് എന്നിവിടങ്ങളിലാണ് വെടിക്കെട്ട് നടന്നത്. ഖത്താറയിൽ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ 50-ലേറെ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. വീക്കെൻഡ് റിവ്യൂവിൽ ചെറിയൊരു ഇടവേള.